നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കിഴക്കൻ പേരാമ്പ്ര കണയമ്പത്ത് ഫാമിലി കുടുംബസംഗമം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു. കുടുംബസംഗമം എംഎൽഎ കെ കുഞ്ഞമ്മദ് മാസ്റ്ററും സാംസ്കാരിക സദസ്സ് മലബാർ ചെയർമാൻ എംപി അഹമ്മദും ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ കുടുംബസംഗമങ്ങളിലൊന്നും കാണാത്ത വ്യത്യസ്തതയാർന്ന ഒരു കുടുംബസംഗമമാണ് പേരാമ്പ്രയിലെ കിഴക്കൻ പേരാമ്പ്ര കണയമ്പത്ത് കുടുംബം അമാനത്ത് ഹാജി നഗറായ പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത്. കാർഷികാരോഗ്യ മാനസിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളുടെ വളർച്ചയ്ക്കുതകുന്ന തരത്തിലാണ് കുടുംബസംഗമം നടത്തിയത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലായി 40,000-ഓളം കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയിലായിരുന്നു സംഗമം. രജിസ്ട്രേഷന് ശേഷം ഇബ്രാഹിം മുസ്ലിയാർ സലാലിയുടെ പ്രാർത്ഥനയോടെയായിരുന്നു കുടുംബസംഗമത്തിന് തുടക്കമായത്. മുൻ എംഎൽഎ കെ കുഞ്ഞമ്മദ് മാസ്റ്റർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയുടെ കോട്ടയം പ്രദേശവും ചേർന്ന പഴയ കുറുമനാട് താലൂക്കിലെ ഏറ്റവും പ്രശസ്തമായ കുടുംബം. സാമ്പത്തിക ശേഷി, കായിക ശേഷി, നേതൃപാടവത്തിൽ, കരുത്തിൽ എല്ലാം പ്രശസ്തമായ കുടുംബം. ചരിത്രത്തിലേക്ക് നീണ്ടുപോയാൽ നൂറ്റാണ്ടുകളുടെ അത്ര വലിയ ചരിത്രം ഉണ്ടാവില്ല. എന്തായാലും 2ഓ 3ഓ നൂറ്റാണ്ടിൻ്റെ പ്രശസ്തമായ ചരിത്രം ഈ കുടുംബത്തിൽ പറയാനുണ്ടാവും. കണയമ്പത്ത് എന്ന് പറയുന്ന വീട് കൂത്താളി പഞ്ചായത്തിലെ കിഴക്കൻ പേരാമ്പ്രയിൽ KT റോഡിൻ്റെ വശമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മിക്കവാറും ആളുകൾക്ക് അറിയേണ്ടത്. എന്നാൽ ഈ കുടുംബത്തിൻ്റെ ആസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്നത് വേളത്തെ ചാരിപ്പിലായി ആയിരുന്നു എന്നാണ്. തറവാട്ടുകാരന്മാർ അവിടെ ഇരുന്നാണ് കുടുംബഭരണം നടത്തിയത്. എനിക്ക് ഞാൻ പിന്നീട് കണ്ടു. ഈ കൂട്ടായ്മയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മനുഷ്യാരംഭം മുതൽ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം. മനുഷ്യ സമൂഹം കറണ്ട് പോയാൽ ഇതിൻ്റെ ഉണ്ടാകില്ല. ജനറേറ്റർ മൂസ നടുക്കണ്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MK മൊയ്തീൻ ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ്, വ്യാപാരി വ്യവസായി നേതാക്കളായ സുരേഷ് ബാബു കൈലാസ്, BM മുഹമ്മദ്, ഷമീർ എടത്തിൽ, ഡോക്ടർ കുഞ്ഞിമൊയ്തി, VK മൊയ്തു, പൂളക്കണ്ടി കുഞ്ഞമ്മദ് തുടങ്ങി നിരവധി പേർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. KV കുഞ്ഞിമൊയ്തീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സഫി TN നന്ദി പറഞ്ഞു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വലിയ കാര്യമാണ്. കാരണം അതുപോലെ തന്നെ സ്നേഹിക്കാൻ എന്താ, ഒന്ന് ചിരിച്ചാൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ ഒരു പുഞ്ചിരി, വെള്ളം കുടിച്ചോ, ചായ കുടിച്ചോ, ഒരു ചോദിക്കില്ല, ചായ വേണ്ടിയല്ല, ഞാൻ കുടിച്ചോ എന്ന് ചോദിക്കാം. കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാണ്. നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ തൊട്ടടുത്ത് എനിക്ക് നിങ്ങളോട് ഉറപ്പ് തരാം. നിങ്ങൾ തൊട്ടടുത്ത് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കും. എന്നിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചത്. അതാണ് മുത്തുനേരി നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അടുത്ത ആൾക്കുണ്ടോ അവരൊന്നും ഭക്ഷണം കഴിക്കുന്നത്, നമ്മളും ഭക്ഷണം കഴിക്കണ്ട, അവരും ഒരു ഭക്ഷണം കഴിച്ചത്. ഏറ്റവും വലിയ മനുഷ്യരെ കഴിച്ചത് ഏറ്റവും വലിയ വിശപ്പാണ്. വിശപ്പില്ലാതെ കുട്ടികൾക്ക് വിശന്നാൽ എത്ര പ്രയാസം ഉണ്ടാവും. എൻ്റെ അമ്മമാർക്ക് ഒരുപാടുണ്ടല്ലോ. കുട്ടികൾ വിശക്കുമ്പോഴൊക്കെ നിങ്ങളെ എല്ലാ ടെൻഷനും വല്ലാതെ പോകും. അപ്പം ആരും വിശക്കാതിരിക്കാത്ത ഒരു സമൂഹം ഉണ്ടാവണം. വിശപ്പില്ലാത്തൊരു ലോകം ഉണ്ടാവണം. വിദ്യാഭ്യാസമില്ലാത്തൊരു ലോകം ഉണ്ടാവണം. മൂസ കോത്തമ്പ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റാഷിദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് KFC മുൻ ഭാരവാഹികളെയും ഉന്നത വിജയികളെയും വേദിയിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും കൊല്ലം സൂരജ് മ്യൂസിക്കൽ അവതരിപ്പിച്ച ഗാനമേളയും മോഡറേറ്റർ കുഞ്ഞിക്കായുടെ നേതൃത്വത്തിൽ നടന്നു.
ഉഷാറിൽ പൊങ്ങി അല്ലാഹുവേ ഓർക്കുവാനായി കരുതല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.